ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാത വന്ദനം. എബ്രായ ലേഖനം 11 അധ്യായം 31 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: വിശ്വാസത്താൽ രാഹാബ് ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് വിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വാക്കിൽ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: വിശ്വസിച്ചവർക്ക് വേണ്ടി, വിശ്വസിച്ച വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും വേണ്ടി വിശ്വസിച്ചവർക്ക് ദൈവം കൊടുത്ത പ്രതിഫലം എന്താണെന്നാണ് 11 അധ്യായത്തിന്റെ ആരംഭം മുതൽ താഴോട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഇവിടെ രാഹാബ് വിശ്വസിച്ചു. രാഹാബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്: രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സഹോദരി ചെയ്ത, അല്ലെങ്കിൽ ഈ സഹോദരി പറഞ്ഞ ഒരു വാക്ക് ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനസ്സിന് വരുത്തിയ ഒരു സന്തോഷം ഇവിടെ പ്രശംസനീയമാണ്. കാരണം ഉറ്റുനോക്കുവാനായി ഗോത്രത്തിലെ പ്രഭുക്കന്മാർ, 2 പ്രഭുകുമാരന്മാരാണ് എരിഹോവിലേക്ക് നുഴഞ്ഞു കയറിയത്. പണ്ട് മുതലേ ഇവർ ചാരപ്രവൃത്തിക്ക് വിരുദ്ധരായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും 1 നമ്പർ ചാരപ്രവർത്തനം ചെയ്യുന്ന മൊസാദ് എന്ന യൂണിറ്റ് ഇസ്രയേലിന്റെ ആണ്. ലോകത്തിലെ ഏത് ഭാഗത്തും എവിടെയും കയറാൻ പറ്റാത്തിടത്ത്, ഒരു ഉറുമ്പിന് പോലും കടന്നു ചെല്ലുവാൻ കഴിയാത്തിടത്തും കടന്നു ചെന്ന് രഹസ്യങ്ങൾ ഊറ്റിയെടുക്കുക എന്നുള്ളത് പിതാക്കന്മാരുടെ കാലത്ത് തന്നെ ഇവർക്ക് ലഭിച്ച ഒരു വരമാണ്, ദൈവത്താൽ ലഭിച്ച ഒരു വരം. അങ്ങനെ എരീഹോവിനെ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ചുറപ്പിച്ചിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇവർ കടന്നു ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച് ഉറപ്പിച്ച് വാതിലുകൾ സീല് ചെയ്തിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും അതിൽ നുഴഞ്ഞു കയറി ചെല്ലേണ്ടടുത്ത് തന്നെ ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പട്ടണത്തിൽ, എരീഹോ പട്ടണം അടച്ചുറപ്പിക്കുന്നതിന് മുമ്പ് പട്ടണത്തിലൊരു വലിയ പരിഭ്രമവും ഭീതിയും ദൈവത്താൽ വന്നു എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ അടുത്ത നിമിഷം തങ്ങൾ മുഴുവനും കൊല്ലപ്പെടുമെന്നുള്ള ഒരു വലിയ ഭീതി ഇവരുടെ മേൽ വീണു. അപ്പോൾ അത് ഇസ്രയേൽ ജനം, കാരണം അവരുടെ ചരിത്രം, ഇസ്രയേലിന്റെ ചരിത്രം മരുഭൂയാത്രയുടെ ആരംഭം മുതലുള്ള ചരിത്രങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കടന്നു വീഴുന്ന വഴിത്താതെയുള്ള സകല രാജാക്കന്മാരും സകല ജനങ്ങളും പ്രഭുക്കന്മാരും ഇസ്രയേൽ ജനം അവിടെ പിന്നിൽ എന്താണ് നടന്നതെന്നുള്ള സംഭവങ്ങളാണ് ഓർക്കുന്നത്. കാരണം കടന്നു വന്ന വഴികൾ ഒന്നിനെ പോലും ശേഷിപ്പിക്കാതെ സകലത്തെയും തച്ചുടച്ചുകൊണ്ടാണ് ഒരു വരവ് ഇവർ വരുന്നത്. അതായത് ഒരു സിംഹി കണക്ക് അലർന്ന ഒരു സിംഹം പോലെ യഹൂദ ഗോത്രം ഇങ്ങനെ അങ്ങ് വരികയാണ്. തകർത്ത് 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 വരികയാണ് കനാനിലേക്കുള്ള യാത്രാമധ്യത്തിൽ. അപ്പോൾ ഇവര് ഭയങ്കരമായി ഭീതിപ്പെട്ടിരിക്കുകയാണ്. ഇവർക്കറിയാം എത്ര അടച്ചുറപ്പിച്ചാലും ദൈവം അവരുടെ കൂടെ അഗ്നി, കാരണം അവർക്ക് കാണാൻ കഴിയും അഗ്നി മേഘസ്തംഭങ്ങളിൽ അങ്ങ് വിദൂരതയിൽ, അങ്ങ് വിജനത്തിൽ, അമീൻസ്തോത്രം മരുഭൂമിയിൽ ഇവരോട് കൂടെ അഗ്നിയിലും മേഘത്തിലും യാത്ര ചെയ്യുന്ന ദൈവ തേജസ്സിനെ ചുറ്റുപാടുമുള്ള സകല ജാതീയ രാജാക്കന്മാർക്കും കാണുവാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ എരിഹോവിനെ അടച്ചുറപ്പിച്ചു. പക്ഷേ അവർ നുഴഞ്ഞു കയറി ഉള്ളിൽ ചെന്ന് രാഹാബിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ രാഹാബ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെ കുറിച്ചുള്ള ഭീതിയാണ് ഞങ്ങളെ ഭരിക്കുന്നത്. എത്ര ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു എന്ന് നോക്കണം. തന്റെ കുടുംബത്തിന്റെ രക്ഷ ഇസ്രയേൽ കൂടെ ആണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: സമാധാനത്തോടെ ഒറ്റുകാരെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞ ഒരു പാനിക് ഇല്ല അവിടെ. തനിക്ക് തന്റെ പ്രാണന് ക്ഷയം വരുമെന്നുള്ള ഒരു ഭീതി അവളിൽ ഇല്ല. കാരണം അവളുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്: ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ജനത്തെ ഞാൻ കൈക്കൊണ്ടാൽ എൻ്റെ പ്രാണന് ഹാനി വരികയില്ല, മറിച്ച് എൻ്റെ പ്രാണൻ രക്ഷിക്കപ്പെടുവാൻ, എൻ്റെ പ്രാണൻ രക്ഷപ്പെടുകയാണ്, എൻ്റെ കുടുംബം രക്ഷപ്പെടുകയാണ്, എൻ്റെ കുടുംബം രക്ഷപ്പെടുവാനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെന്ന് അവളുടെ അന്തരാത്മാവിൽ അവൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഈ ഗോത്ര പ്രഭുക്കന്മാരെ, ചാരന്മാരെ അവൾ സമാധാനത്തോടെ, അങ്ങനെ ഒരു വാക്കവിടെ ഉണ്ട്, സമാധാനത്തോടെ ഒറ്റുകാരെ കൈക്കൊണ്ടുവന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എരിഹോ ഒരിക്കലും ആ രാജ്യത്തുള്ള ഒരു പ്രജയും ശത്രു ആ രാജ്യത്തെ തകർക്കുവാൻ വരുമ്പോൾ ഒരിക്കലും കൈക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ അവർക്ക് അഭയം കൊടുക്കുവാനോ
പറ്റില്ല, തുനിഞ്ഞുകൂടാ എന്നുള്ളത് സത്യമായ ഒരു കാര്യമായിരുന്നിട്ടും യെഹൂ രാജാവിന്റെ കൽപ്പനയെ വിരോധിച്ചുകൊണ്ട് കടന്നു വന്നവരെ സ്വീകരിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു സ്ത്രീയുടെ ധൈര്യം, അവളുടെ വിശ്വാസവും അവളുടെ ജ്ഞാനവും പ്രശംസനീയം തന്നെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? അവളെയും അവൾക്കുള്ള സകലത്തെയും അവളുടെ ജ്ഞാനത്താൽ അവൾ രക്ഷപ്പെടുത്തിയെന്ന്. അതാണ് ജ്ഞാനിയായ സ്ത്രീ ഭവനം പണിയുന്നു ശലോമോൻ പറയുന്നു. അവൾ സകലത്തെയും രക്ഷപ്പെടുത്തി എടുക്കുക മാത്രമല്ല ചെയ്തത്, ഇസ്രയേലിന്റെ ലക്ഷോപലക്ഷം വരുന്ന സ്ത്രീ പുരുഷന്മാർക്ക്, പടയാളികൾക്ക്, സൈന്യത്തിന്, കുഞ്ഞുകുട്ടികൾക്ക് ആപാലവൃത്തം ഒരു ആശ്വാസ വാക്കും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുകയാണ്. അവൾ ഉറപ്പായി പറഞ്ഞു, ഇസ്രയേലിൽ അപ്പോഴും സംശയമുണ്ട്, എങ്ങനെ യെരിഹോ മതിൽ കടന്ന്, എങ്ങനെ കഴിയടക്കും, എങ്ങനെ ആമീസൂത്ര, എങ്ങനെ നമ്മളെയൊക്കെ പോലെ എങ്ങനെ എൻ്റെ ഈ വിഷയത്തിന് പരിഹാരം വരും, ആര് പരിഹരിക്കും, എന്ത് ഞാൻ ചെയ്താൽ എനിക്കിത് നേടിയെടുക്കാം എന്നൊക്കെ ഉള്ള നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഒരു ഭീതിയും പരിഭ്രമവും ഭയവും ഒക്കെ ചില സമയത്ത് വരാറില്ലേ? പക്ഷേ ആമീസൂത്രം നമുക്ക് ആ ഭയമുണ്ട്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന അവൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ രാജ്യം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഭീതിയാണ് ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നത്. ഇത് ചാരന്മാർക്കാണ് തോന്നുന്നു. യോശുവയോട് വിവരം അറിയിക്കുമ്പോൾ ഇസ്രായേൽ പാളയത്തിൽ മുഴുവൻ വിശ്വാസത്തിന്റെ ശക്തി തേജസ്സിനാൽ അങ്ങ് നിറയപ്പെട്ടു. കാരണം അവർക്കറിയാം ഇനിയും യെരിഹോ ഞങ്ങളുടേതാണ്. കാരണം അതിനുള്ളിലുള്ള ജനം തന്നെ പറയുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണെന്ന്. അതിനുള്ളിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ വരുമ്പോൾ പിന്നെ അപ്പോൾ ആ സഹോദരിയുടെ ഒരൊറ്റ വാക്ക് ഇസ്രായേൽ പാളയങ്ങൾ ലക്ഷോപലക്ഷം ജനത്തിന് വരുന്ന ചൈതന്യം. ദൈവത്തിന്റെ പൈതൽ നീ ഞാനും ആരായിരിക്കണം? ആമീസൂത്ര അവൾ ദൈവത്തെ അറിയാതിരുന്നിട്ട് പോലും അനേക ലക്ഷങ്ങൾക്ക് ചൈതന്യം വരുത്തുന്ന വിശ്വാസത്തിന്റെ വാക്ക് അവൾ പറഞ്ഞെങ്കിൽ ദൈവത്തെ രാപകൽ അന്വേഷിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ പൈതൽ നിന്റെ ഒരു വാക്കുകൊണ്ട് ആമീസൂത്രം അനേകരുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കുകയും അനേകരുടെ ഹൃദയം ചൂടുപിടിച്ചിരിക്കുന്ന ഹൃദയവും പ്രാണനും നിന്റെ ഒരു വാക്കിനാൽ തണുക്കുകയും ചെയ്യണം. അതിനാണ് നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ ആമീസൂത്രം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഇല്ലായ്മകളുണ്ടാകും, ശൂന്യതകളുണ്ടാകും, കഷ്ടതകളുണ്ടാകാം, ഭാരങ്ങളുണ്ടാകും, ഇല്ലായ്മകളുണ്ട്, അപമാനങ്ങളുണ്ടാകും, നിന്ദകളുണ്ട്. പക്ഷെ അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ നിന്റെ മുമ്പിൽ അഭയം തേടി വന്നിരിക്കുന്ന ഒന്നിനെ തള്ളിക്കളയാതെ, അവിശ്വാസത്തിന്റെ വാക്ക് അതിനോട് പറയാതെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവരെ ഉറപ്പിക്കുമ്പോൾ നിന്റെ പിന്നിലുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധിക്ക് ദൈവം പുറത്ത് പരിഹാരം കാണും. നിശ്ചയം ദൈവത്തിന്റെ പൈതലേ. അവൾ വിശ്വാസത്തോട് ഒറ്റുകാരെ കൈക്കൊണ്ടുകൊണ്ട് കുടുംബം രക്ഷപ്പെട്ടു. അവളുടെ വാക്കിനാൽ ഉണ്ടായ ധൈര്യത്താൽ ഇസ്രായേൽ ജനം കടന്നു എന്ന് ദൈവത്താൽ യെരിഹോവിനെ കീഴടക്കിയതുപോലെ ദൈവത്തിന്റെ പൈതലേ, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒന്നിനെ നീ വിശ്വാസത്താൽ തണുപ്പിക്കുമ്പോൾ ദൈവം നിന്റെ മേൽ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുകയും വിശ്വസിച്ച വിശുദ്ധന്മാർക്കും വിശുദ്ധപതികൾക്കും പ്രതിഫലം കൊടുത്ത ദൈവം നിനക്കൊരു വലിയ പ്രതിഫലം ഈ ദിവസങ്ങൾ നൽകുവാൻ പോകുന്ന നിവേദനങ്ങളാൽ ദൈവം നമ്മളെ